മുഖ്യമന്ത്രി ആര്? ഈ ചോദ്യം തന്നെയാണ് ഈ മണിക്കൂറിലും ശ്രദ്ധേയമാകുന്നത്. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ ഇപ്പോൾ നിർണായകമായ കൂടിക്കാഴ്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിലീപ് കുറ്റിച്ചൽ ചേരുകയാണ് ഡൽഹിയിൽ നിന്നും. ദിലീപ്, ഇപ്പോൾ ചർച്ച ഏത് തരത്തിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? KC വേണുഗോപാലിന് മുൻതൂക്കം എന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹൈക്കമാൻഡിന്റെ പിന്തുണ KC വേണുഗോപാലിനെ ആ രീതിയിൽ ഉറപ്പിക്കാൻ കഴിയുമോ? ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? KC വേണുഗോപാലിൽ തന്നെയാണ് മുൻതൂക്കം എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏകദേശം അരമണിക്കൂറോളം ആയിരിക്കുന്നു ഇവരുടെ ചർച്ച ആരംഭിച്ചിട്ട്. സ്വാഭാവികമായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെയാണ് MLA-മാരുടെ പിന്തുണ KC വേണുഗോപാലിനാണ്. VD പക്ഷത്തു നിന്നോ അല്ലെങ്കിൽ VD സതീഷിന് MLA-മാരുടെ പിന്തുണ വളരെ കുറവാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് KC വേണുഗോപാലിൻ്റെ ഒരു സാധ്യത വർദ്ധിക്കുന്നത്. അതേസമയം രമേശ് ചെന്നിത്തല തനിക്കാണ് സീനിയോറിറ്റി എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുമ്പോഴും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രമേശ് ചെന്നിത്തലയെ ഒഴിവാക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ രമേശ് ചെന്നിത്തല ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല ആദ്യം മുതൽക്കേ പറയുന്നത് ഉമ്മൻചാണ്ടി വരുന്ന സമയത്ത് അദ്ദേഹത്തിന് സീനിയോറിറ്റി വെച്ച് ഞാൻ അദ്ദേഹത്തിന് നൽകിയതാണ്, ഞാനാണ് അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്തത് എന്നടക്കമുള്ള കാര്യവും അദ്ദേഹം പറയാതെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും രമേശ് ചെന്നിത്തലയെ എങ്ങനെ ഏത് രീതിയിലായിരിക്കും അനുനയിപ്പിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. VD സതീശൻ അതേസമയം മന്ത്രിസഭയിലേക്ക് മുഖ്യമന്ത്രി പദവി നൽകിയില്ല എങ്കിൽ VD സതീശൻ മന്ത്രിസഭയിലേക്ക് വരില്ല എന്ന് പറയുമ്പോഴും ആ ഒരു പ്രശ്നവും ഹൈക്കമാൻഡ് ചർച്ച ചെയ്യും. ആ ഒരു അനുനയത്തിനായിരിക്കാം ഇനി എന്തായാലും ഹൈക്കമാൻഡ് തീരുമാനം അല്ലെങ്കിൽ ഈ നടക്കുന്ന ചർച്ചയിലും പുരോഗമിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിനേക്കാൾ വലിയ പ്രശ്നമെന്ന് പറയുന്നത് സുരേഷ്, സ്വാഭാവികമായിട്ടും KC വേണുഗോപാലിനെ മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ഇവർ നിർദ്ദേശിക്കുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ഈ പ്രവർത്തകർ, അതായത് കോൺഗ്രസ് പ്രവർത്തകരും പ്രത്യേകിച്ച് യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകരും അത് എങ്ങനെയായിരിക്കാം അതിനെ സമീപിക്കുന്നത് എന്നടക്കമുള്ള കാര്യവും നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രതിഷേധം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. KC വേണുഗോപാലിന് വേണ്ടിയും അതോടൊപ്പം തന്നെ VD സതീഷിന് വേണ്ടിയും രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടിയുള്ള പ്രതിഷേധ പരിപാടികളും അതുപോലെ പ്രകടനങ്ങളും സംസ്ഥാനത്തിൽ ഒട്ടാകെ നടക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഈ ഹൈക്കമാൻഡ് എന്ത് തീരുമാനമെടുത്താലും അത് സ്വാഭാവികമായിട്ടും അതിനെ മറ്റൊരു തലത്തിലേക്ക് കേരളത്തിൽ പ്രതികൂലമായി ബാധിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിനീഷ്, നിർണായകമായ ചർച്ച ഡൽഹിയിൽ പുരോഗമിക്കുന്നു. ഒരുപക്ഷെ KC വേണുഗോപാൽ ആണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന രീതിയിലുള്ള നിർണായകമായ പ്രഖ്യാപനം തന്നെയാണ് ഉണ്ടാകാൻ സാധ്യത. ആ രീതിയിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ആരായിക്കഴിഞ്ഞാലും മുഖ്യമന്ത്രി, നേരത്തെ PR ശിവശങ്കർ പറഞ്ഞതുപോലെ തന്നെ ആര് മുഖ്യമന്ത്രി സ്ഥാനത്ത് വന്നു കഴിഞ്ഞാലും കേരളത്തിന്റെ ഭരണം സുഗമമാകില്ല എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം ഇത്തരത്തിലുള്ള വർഗീയ ശക്തികൾ, ജമാഅത്ത് ഇസ്ലാമി പോലുള്ള വർഗീയ ശക്തികൾ നിയന്ത്രിക്കുന്ന ഒരു ഭരണകൂടമായിരിക്കും കേരളത്തിൽ നിലവിൽ വരിക എന്നുള്ള ആശങ്കയാണ് ഉയർന്നത്. അവിടെ KC ആകുമ്പോൾ എത്രത്തോളം ഭരണത്തെ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള സംശയം തന്നെയാണ് കോൺഗ്രസ് നേതാക്കളടക്കം ഉന്നയിക്കുന്നത്, അല്ലേ? സുരേഷ്, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിനുള്ളിലെ തമ്മിൽ തല്ല്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള തമ്മിൽ തല്ല് യാതൊരു കാരണവശാലും തീരില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ നോക്കുമ്പോൾ ഭരണം ഒരു തരത്തിൽ തുലാസിലായിരിക്കും. പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ നേതാക്കൾ കാല് വാരാൻ മിടുക്കരാണ് എന്ന ഒരു പൊതുവെ ഒരു ചൊല്ലുണ്ട്. അത് അവരുടെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാനും സാധിക്കും. പ്രത്യേകിച്ച് KC വേണുഗോപാൽ രംഗത്തെത്തുകയാണെങ്കിൽ, മുഖ്യമന്ത്രി പദത്തിലേക്ക് AICC നേതൃത്വം തീരുമാനിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ KCക്ക് അടുത്ത് നിയമസഭയിലേക്ക് മത്സരിക്കേണ്ടതുണ്ട്. ആ ഒരു സാഹചര്യം വരുമ്പോൾ ഉറപ്പായിട്ടും കോൺഗ്രസ് നേതാക്കൾ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർ നേതാക്കളും ഗ്രൂപ്പുകളും സമവാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കാലുവാരും എന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം തന്നെ നമുക്ക് മറ്റൊരു കാര്യം ചിന്തിക്കേണ്ടതിരിക്കുന്നത്, നിലവിൽ ഇപ്പോൾ AICC നേതൃത്വം ഒരാളെ തീരുമാനിച്ചിരുന്നു എന്ന് ഇരിക്കട്ടെ, ആ ഘട്ടത്തിൽ പോലും പരസ്പര പോര് തുടരും എന്ന കാര്യത്തിലും സംശയമില്ല. എന്തായിരുന്നാലും ജനങ്ങളുടെ കാര്യം ആകെ അങ്കലാപ്പിലാകുന്ന തരത്തിലേക്ക് തന്നെയാണ് ഭരണം പോവുക എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇത്രയും വലിയ മെജോറിറ്റിയോടുകൂടി ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കേരളത്തിൽ ഭരിക്കാനുള്ള ഒരു സംവിധാനം ജനങ്ങൾ ഒരുക്കി നൽകുമ്പോൾ അവിടെയും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു അടിപിടി തന്നെയാണ് കോൺഗ്രസിനുള്ളിൽ കാണാൻ സാധിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. KC വേണുഗോപാൽ മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തുമെന്നുള്ള സൂചനകൾ തന്നെ വരുന്നു. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് കേരളത്തെ തള്ളിവിടുന്ന ഒരു സാഹചര്യമാണ് കോൺഗ്രസ് ഒരുക്കി കൊടുക്കുന്നത്. ഏതായാലും തമ്മിൽ തല്ല് തുടരും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള പോര് അന്നേ തുടങ്ങിയിരുന്നു. ഇപ്പോൾ അതിന്റെ ആക്കം കൂടിയെന്ന് മാത്രം. വിനീഷാണ് തിരുവനന്തപുരത്തിന് വിശദാംശങ്ങൾ നൽകിയത്. ഒപ്പം ഡൽഹിയിൽ നിന്നും ദിലീപും. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. അല്പസമയത്തിനകം തന്നെ സംസ്കൃത വാർത്തകൾ കാണാം. നമസ്തേ.